വിദ്യാർത്ഥി മിഹിറിന്റെ ആത്മഹത്യയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണം തുടങ്ങി. വിദ്യാർത്ഥിയുടെ കുടുംബവും സ്കൂൾ അധികൃതരും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മൊഴി നൽകും. എറണാകുളത്തെ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫീസിൽ ഇരുവിഭാഗവും ഹാജരായി. മുക്സിന ആസു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. മുക്സിന, എന്താണ് ഈ കാര്യത്തിൽ ഗവൺമെന്റ് ഇപ്പോൾ എടുക്കുന്ന നടപടികൾ? നിഷാദ്, കുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടത്. എന്താണെങ്കിലും വിദ്യാഭ്യാസ ഡയറക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. കുട്ടിയുടെ കുടുംബവും മാതാപിതാക്കളും അതുപോലെ തന്നെ ഗ്ലോബൽ സ്കൂൾ, തൃപ്പൂണിത്തുറയിലെ ഗ്ലോബൽ സ്കൂൾ അധികൃതരും പ്രിൻസിപ്പൽ അടക്കമുള്ള അധികൃതരും ഇവിടെ ഹാജരായിട്ടുണ്ട്. ഈ വിഭാഗത്തോടും ഇന്ന് വലിയ രീതിയിൽ തന്നെ മൊഴി രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് വിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് തുടക്കത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും ആത്മഹത്യ എന്നുള്ള രീതിയിൽ കേസ് അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അപ്പോഴും എന്തുകൊണ്ടാണ് ഈ കുട്ടി ആത്മഹത്യയിലേക്ക് എത്തിയത് എന്ന കാരണമാണ് ഈ മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിൽ വലിയ രീതിയിലുള്ള അന്വേഷണം ആരംഭിച്ചത് എന്നുള്ളതാണ് വസ്തുത. അതായത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി ചില വിദ്യാർത്ഥികൾ നടത്തിയ ചാറ്റിംഗ് ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായത്. അതായത് ഈ കുട്ടി വലിയ രീതിയിൽ റാഗിങ്ങിന് വിധേയമായി, ക്രൂരമായ റാഗിങ്ങിന് ഉണ്ടായ മാനസിക സമ്മർദ്ദമാണ് കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണമെന്നത് തന്നെയാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത്. മാത്രമല്ല, ഈ കുട്ടി നേരത്തെ പഠിച്ചിരുന്ന മറ്റൊരു സ്കൂളിലെ വൈസ് പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആ കുട്ടി നേരത്തെ ആ സ്കൂളിൽ സമാനമായ രീതിയിൽ ഒരു ചില അധിക്ഷേപങ്ങൾ നേരിട്ടു എന്നുള്ള അടക്കമുള്ള പരാതികൾ മാതാപിതാക്കൾ നൽകിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നടപടി ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും ഈ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർ ഈ മൊഴി രേഖപ്പെടുത്തുന്ന വേളയിൽ ചോദിച്ച് അറിയും തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതിൽ എന്തൊക്കെ നടപടികൾ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ശരി.